അപ്പോസ്തലനായ പൗലോസിന് വലിയ വിശ്വാസമുണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും തൻ്റെ ജഡത്തിലുള്ള ഒരു മുള്ള് നീക്കം ചെയ്യണമെന്ന് പൗലോസ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടും ദൈവം അതിനെ നീക്കം ചെയ്തില്ല. പകരം കൃപ നൽകി. തന്നെ താഴ്മയുള്ളവനായി നിർത്താനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും അത്രേ ദൈവം ഇങ്ങനെ ചെയ്തത്. പൗലോസിൻ്റെ ജഡത്തിലെ മുള്ള് എന്തായിരുന്നെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നില്ല. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് ബൈബിൾ പറയുന്നു. ശ്രദ്ധിക്കുക, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 12 വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. ദൈവം നമ്മെ വളരെയധികം അനുഗ്രഹിക്കുമ്പോൾ നമ്മിൽ അഹങ്കാരത്തിൻ്റെ അപകട സാധ്യതയുണ്ടാകുന്നു. അത് നമ്മെ നിഗളത്തിലേക്കും അതുമൂലമുണ്ടാകുന്ന വീഴ്ചയിലേക്കും എത്തിക്കുന്നു. ഇതറിയാവുന്ന കർത്താവ് നാം ഇഷ്ടപ്പെടാത്ത ചില മുള്ളുകൾ ജീവിതത്തിൽ അനുവദിക്കുന്നു. ആ മുള്ളുകൾ തരുന്നതിനോടൊപ്പം അത് സഹിക്കുവാനുള്ള കൃപയും അവിടുന്ന് തരുന്നു. എത്രയോ മുള്ളുകളിലൂടെ നമ്മിൽ പലരും ഇതിനോടകം കടന്നുപോയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മെ താങ്ങി നിർത്തിയത് അവിടുത്തെ കൃപയായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ നാം എന്നേ തകർന്നു പോകുമായിരുന്നു. ഇന്നാരെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും മുള്ളുകൾ നിമിത്തം ക്ഷീണിച്ചവശരായിരിക്കുന്നുവെങ്കിൽ കർത്താവിനോട് അധികം കൃപ നൽകുവാനായി പ്രാർത്ഥിക്കുക. കൃപയുടെ ഉറവിടമായ കർത്താവ് നമുക്കത് നിശ്ചയമായും പകർന്നു നൽകും. വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തമോ ശുശ്രൂഷകളുടെ വിജയം നിമിത്തമോ ഭൗതികാനുഗ്രഹങ്ങളുടെ വർധനവ് നിമിത്തമോ നാം ആരും അഹങ്കരിച്ചു പോകുവാനോ നിഗളിച്ചു പോകുവാനോ ഇടവരാതെ ദൈവസന്നിധിയിൽ ഓരോ ദിവസവും നമ്മെ താഴ്ത്തുകയും അവനിൽ കൂടുതൽ ആശ്രയിക്കാനുമായി പരിശ്രമിക്കുക. നിഗളം നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ കൃപ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. നാം സഹിക്കുവാനായി ദൈവം അനുവദിക്കുന്ന മുള്ളുകൾക്കൊപ്പം അവിടുന്ന് തരുന്ന വൻ കൃപകൾക്കായി സ്തോത്രം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.